അതെ രാജിക്കുട്ട, ഞാൻ പേരുവാണ്. ഞാനിന്റെ കടിച്ച് തിന്ന പോവാണ്. രാജിക്കുട്ട, ഞാൻ പേരുവാണ് പറഞ്ഞിട്ടു നിന്നെ കടിച്ച് തിന്നാൻ പോണ് പറഞ്ഞിട്ടു നിനക്ക് പേരില്ലേ? നീ ചിരിക്കാണോ? നിക്ക് ഞാനിപ്പോ അങ്ങോട്ട് വരാ. അങ്ങോട്ട് വന്ന് നിന്നെ കടിച്ച് തിന്നാൻ പോണ് നോക്കിക്കോ. അതെ രാജിക്കുട്ട, നീ ഞാൻ പറയുന്നത് കേൾക്കാതെ ചിരിക്കുവാണോ? നിക്ക്, ഞാൻ നിന്റെ മുന്നിൽ വന്ന് നിന്നെ കടിച്ച് തിന്നാനിക്ക്. രാജിക്കുട്ട, ഞാൻ പേരോട് പറഞ്ഞില്ലേ? കണ്ടോ, ഞാനാണ് പ്രേരം. ഇപ്പൊ ഞാൻ നിന്നെ കടിച്ച് തിന്നാൻ പോവാണ്. എന്താ രാജിക്കുട്ട, നിനക്ക് പേടിയാവുന്നോ? അപ്പൊ ഞാൻ നിന്നെ കടിച്ച് തിന്നാതിരിക്കണം പറഞ്ഞാലേ ഞാൻ പറഞ്ഞ പോലെ നീ കേൾക്കണം. ഞാൻ പറഞ്ഞ പോലെ നീ കേട്ടാലെന്നെ ഞാൻ നിന്നെ കടിച്ച് തിന്നൂല. അല്ലെങ്കിലേ ഞാൻ നിന്നെ കടിച്ച് തിന്നും. ഇപ്പൊ നീ എന്ത് ചെയ്യാനറിയോ? ഇത് അച്ഛൻ വരുമ്പോ ചെറിയ ചോക്കിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നാ നിന്റെ ചോക്കി നീ ഇത് ചേച്ചിക്ക് കൊടുക്കണം. പിന്നെ അമ്മക്ക് സാക്സ് തരില്ലേ? ആ സാക്സില് പകുതി സാക്സ് ചേച്ചിക്ക് കൊടുക്കണം. പിന്നെ അച്ഛനിയൊക്കെ പുതിയ കളിപ്പാട്ട് വാങ്ങിച്ചു തന്നാ നീ അതാദ്യം ഇത് ചേച്ചിക്ക് കളിക്കാൻ കൊടുക്കണം. പിന്നെ തന്നെ നീ കളിക്കണം. പിന്നെ അമ്മ നിക്ക് തള്ളക്ക് മാമ തരില്ലേ? തള്ളക്ക് മാമ നീ കുറച്ച് ഇത് ചേച്ചിക്ക് കൊടുക്കണം. തള്ളക്ക് മാമ മാത്രം മതിട്ടോ, വേറെ മാമ ഒന്നും വേണ്ട. ഇതൊക്കെ നീ ചെയ്താ ഈ പേര് നിന്നെ കടിച്ചു തിന്നൂല. അല്ലാതെ നീ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ ഉണ്ടല്ലോ ഈ പേര് വന്ന് നിന്നെ കടിച്ചു തിന്നും. രാജിക്കുട്ട, കരയല്ലേടാ. ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലെങ്കിൽ ഞാൻ നിന്നെ കടിച്ചു തിന്നുള്ളൂ. ഞാൻ പറഞ്ഞത് നീ കേട്ടാ ഞാൻ നിന്നെ ഒന്നും ചെയ്യൂല. രാജിക്കുട്ട, കരയല്ലേടാ. അയ്യോ രാജിക്കുട്ട, കരയല്ലേ. ഞാൻ പേരുമില്ല. ഞാൻ ഇത് ചേച്ചി ചെയ്യാതെന്നെ കരയണ്ടടാ. അപ്പൂസേ, എന്താ പറ്റിയത്? എന്തിനാ കരയണേ? അപ്പൂസ് എന്തിനാ കരയുന്നത്? എന്താ രണ്ടുപേര് വീണ്ടും തല്ലുകൂടിയോ? നിങ്ങൾ രണ്ടുപേർക്ക് ഇതന്നെ പണി, അല്ലാതെ വേറെ പണിയൊന്നുമില്ല. വെറുതെ രണ്ടുപേരും കൂടെ എന്തിനെങ്കിലൊക്കെ തല്ലുകൂട് തന്നെ. നീ എന്താ ചെയ്തത്? അപ്പൂസ് എന്തിനാ കരയണേ? എന്ത് പ്രേതവോ? റിയ, അപ്പൂസ് എന്താ പറയണേ? എന്ത് കാര്യം നീ ചെയ്തത്? അവൻ ചെറിയ കുട്ടിയല്ലേ, അവന്റെ അടുത്ത് വന്നായി പ്രേത മാസ്ക് ഒക്കെ ഇട്ട് പ്രേതമാണെന്ന്
ഐഷു, തമാശയ്ക്കോ? ഉണ്ണിക്കുട്ടനെ പേടിപ്പെടുത്തുന്നത് നിനക്ക് തമാശയാണോ? അതുകൊണ്ടോ അവൻ കരയുന്നത്? നിക്ക് നിക്ക്, നിന്നെ നിന്റെ അച്ഛനടുത്ത് പറഞ്ഞു തരാം, എന്നാലേ നീ ശരിയാവത്തുള്ളൂ. ഐഷു ഒന്നിങ്ങോട്ട് വാ. ശിവേട്ടാ, എനിക്കൊന്നും അങ്ങോട്ട് വരാൻ പറ്റില്ല. നിങ്ങൾ ഒരു മിനിറ്റ് ഇങ്ങോട്ട് വരി, ഇവിടെ ഒരു കാര്യമുണ്ട്. എന്ത് കാര്യം ഐഷു? ഒന്നിങ്ങോട്ട് വാ. ശിവേട്ടാ, ഇവിടെ കാര്യമുണ്ട് പറഞ്ഞില്ലേ, ഒന്ന് നിങ്ങൾ ഇങ്ങോട്ട് വരി. എന്താ ഐഷു, എന്തിനാ വിളിച്ചത്? എന്ത് കാര്യമാണ്? നിങ്ങളെ വിളിക്കുകയാണെങ്കിൽ വേറെ എന്ത് കാര്യമാ? നിങ്ങളുടെ മകളുടെ കാര്യം തന്നെ. മകളുടെ കാര്യോ? എന്തേ, അവൾ എന്ത് ചെയ്ത്? എടാ അമ്മൂസേ, എന്താടാ ചെയ്തത്? എന്ത് ചെയ്തെന്നോ? അവൾ എന്ത് ചെയ്തറിയോ? ഇത് കണ്ടോ, അപ്പൂസ് കരഞ്ഞിട്ടിരിക്കണേ. നിങ്ങളുടെ മകളെ പ്രേതം പോലെ അപ്പൂസിനെ പേടിപ്പെടുത്തി അവനെ കരയിപ്പിച്ചിരിക്കണു. എന്ത്? പ്രേതം പോലെ പേടിപ്പെടുത്തി അപ്പൂസിനെ കരയിപ്പിച്ചോ? എടാ അമ്മൂസേ, എന്താടാ അത്? എന്തിനാ അപ്പൂസ് കരയുന്നത്? എടാ അപ്പൂസേ, എന്തിനാടാ കരയുന്നത്? എന്ത് ചേച്ചി പ്രേതെന്ന് പറഞ്ഞപ്പോ നീ പേടിച്ച് കരയുവാണോ? എടാ അപ്പൂസേ, വെറുതെ രണ്ടുപേരും ഇങ്ങനെ പ്രേതം അതെന്നൊക്കെ പറഞ്ഞ് എപ്പോഴും കളിക്കാറുള്ളതല്ലേ, അതിനാണോ നീ കരയുന്നത്? എടാ അപ്പൂസേ, ചേച്ചി പ്രേതെന്ന് പറഞ്ഞാ നീ അങ്ങനെ പേടിക്കുവോ? അത് ചേച്ചിയാണെന്ന് നിനക്കറിയില്ലേ? എടാ അപ്പൂസേ, അത് പ്രേതമല്ല, ചേച്ചിയാണ്. അതുപോലും നിനക്ക് അറിയുന്നില്ലേ? എടാ അപ്പൂസേ, ചേച്ചി വെറുതെ പ്രേതെന്ന് പറഞ്ഞ് പേടിപ്പെടുത്തിയതല്ലേ, വെറുതെ നിന്നെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാവും, അതിനാണോ നീ കരയുന്നത്? ഇവിടെ നോക്കടാ അപ്പൂസേ, ശരിക്കുള്ള പ്രേതം വന്നാലേ നമ്മൾ പേടിക്കാൻ പാടില്ല. അങ്ങനെ പേടിക്കുകയാണെങ്കിൽ അച്ഛനൊക്കെ നിന്റെ അമ്മയുടെ കൂടെ ഇത്രയും കാലം ജീവിച്ചിരിക്കാൻ പറ്റുമോ? ശിവേട്ടാ, സോറി യേശു, അറിയാതെ ഒരു ഫ്ലോയിൽ വന്നുപോയി. വരും വരും, ആദ്യം അപ്പൂസിനെ സമാധാനം ചെയ്യ്, എന്നിട്ട് നിങ്ങൾക്കുണ്ട്. ശരി ശരി, അതവിടെ ഇരിക്കട്ടെ. എടാ അപ്പൂസേ, എന്തിനാടാ കരയുന്നത്? നിനക്കെന്താ അത് ചേച്ചിയാണെന്ന് അറിയുന്നില്ലേ? ചേച്ചിനെ കണ്ട എന്ത് പ്രേതം പോലെ ഉണ്ടോ? അവിടെ നോക്ക്, അത് ചേച്ചിയല്ലേ, പിന്നെന്തിനാടാ നീ കരയുന്നത്? എന്താ അമ്മൂസേ ഇത്? ഇവൻ നിന്നെ കണ്ടിട്ട് പ്രേതമാണെന്ന് പറഞ്ഞ് പേടിച്ച് കരയണോ? ഇതെന്താ ഇവൻ ഇങ്ങനെ ഇരിക്കണ്? റിയാനെ കാണുമ്പോ അത് റിയാണെന്ന് പോലും ഇവൻ അറിയുന്നില്ലേ? അതിനിങ്ങനെയുള്ളപ്പോ റിയാണെന്ന് അവൻ അറിയും. പ്രേതം പോലെ മാസ്ക് കെട്ടിട്ട് വന്ന് പേടിപ്പെടുത്തിയ അവൻ കുട്ടിയല്ലേ, അവൻ എന്തറിയും? പ്രേതം പോലെ മാസ്കോ? അതെ, റിയാന്റെ സ്കൂളിൽ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനാ. അതിന് വേണ്ടിട്ട് ഞാൻ അവൾക്ക് ഈ ഗോസ്റ്റ് വേഷം ഇടാന്നും പറഞ്ഞ് ഗോസ്റ്റിന്റെ ഡ്രസ്സ്, ഹെയർ ബാൻഡ് ഇതൊക്കെ ഞാൻ മേടിച്ചായിരുന്നു. പിന്നെ ഫേസിലേക്ക് ഇടാൻ ഒരു ഗോസ്റ്റ് മാസ്ക് വേണമെന്ന് പറഞ്ഞ് ഞാൻ അത് റെഡിയാക്കിയതാണ്. അത് എങ്ങനെയുണ്ടെന്ന് ഇട്ട് നോക്കാന്നും പറഞ്ഞ് അവൾക്ക് ഇട്ട് കൊടുത്തതാ. അവളത് ഇട്ടിട്ട് വന്ന് അപ്പൂസിന്റെ അടുത്ത് കാണിച്ച് പ്രേതമാണെന്ന് പറഞ്ഞ് പേടിപ്പെടുത്തിയിരിക്കുന്നു. റിയ, ആ മാസ്ക് ഒന്ന് കാണിക്കി. എന്റെ അമ്മോ, ഇത് എന്ത് മാസ്ക് ആണ്? ഇത് കാണുമ്പോ തന്നെ ശരിക്കും പ്രേതം പോലെ ഉണ്ട്. അമ്മൂസേ, അത് അഴുക്കി, അത് കാണുമ്പോ അച്ഛൻ എന്നെ പേടിയാവണോ? ശിവേട്ടാ, ശരിക്കും പേടിയാവുന്നുണ്ടോ? പിന്നല്ലാതെ, അത് കാണുമ്പോ ശരിക്കും പ്രേതം പോലെ തന്നെ ഉണ്ട്. അത് കണ്ടാ എനിക്കേ പേടിയാവണോ? പിന്നെ അപ്പൂസ് പേടിച്ച് കരയാതിരിക്കോ? അയ്യോ ശിവേട്ടാ, അത് കാണുമ്പോ ശരിക്കും പ്രേതം പോലെ ഉണ്ടോ? അത് ഞാനേ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ് ശിവേട്ടാ. എടി ഐഷു, അപ്പൊ എല്ലാത്തിനും കാരണം നീയാണോ? നീയെ പ്രേത മാസ്ക് ഉണ്ടാക്കി കുട്ടിക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അവള് വന്ന് അപ്പൂസിനെ പേടിപ്പെടുത്തിയെന്നും പറഞ്ഞ് നീ അവളിനെ ചീത്ത പറഞ്ഞോണ്ടിരിക്കുവാണോ? അയ്യോ ശിവേട്ടാ, ഞാൻ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് വേണ്ടി ആ മാസ്ക് ഉണ്ടാക്കിയതാ, അല്ലാതെ അത് ഇട്ടിട്ട് വന്ന് അപ്പൂസിനെ ഞാൻ പേടിപ്പെടുത്താൻ പറഞ്ഞിട്ടില്ലല്ലോ. എടി ഐഷു, ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ആണെങ്കിൽ അതിനിടെ നിനക്ക് വേറെ വേഷമൊന്നും കിട്ടിയില്ലേ? ഈ പ്രേതത്തിന്റെ വേഷം നിനക്ക് കിട്ടിയോ? അയ്യോ ശിവേട്ടാ, എല്ലാരും ഡിഫറെന്റ് ആയിട്ട് വേഷം ഇട്ടിട്ട് വരും. അങ്ങനെ എന്ത് ഡിഫറെന്റ് ആയിട്ട് ഇടണമെന്ന് ആലോചിച്ചപ്പോ എനിക്ക് ഈ പ്രേത വേഷമാണ് കിട്ടിയത്. ഇത് നല്ല ഡിഫറെന്റ് ആയിട്ടില്ലേ ഐഡിയ? അതെ, ഒരു പ്രേതത്തിന്റെ ഐഡിയല്ലേ വരുള്ളൂ, അല്ലാതെ വേറെന്താ ഐഡിയ വരിക? ഞാൻ എത്ര ഡിഫറെന്റ് ആയിട്ട് ആലോചിച്ച് പ്രേത വേഷം അവൾക്ക് ഇട്ട് കൊടുത്തിരിക്കണേ. നിങ്ങൾ എന്താ എന്നെ കളിയാക്കുന്നത്? ഐഷു, ഇതാണോ ഡിഫറെന്റ് ആയിട്ടുള്ള വേഷം? കുട്ടികൾക്ക് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് വേണ്ടി ഇട്ട് കൊടുക്കാൻ എത്രയോ നല്ല നല്ല വേഷങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വിട്ടിട്ട് നീ ഈ പ്രേത വേഷം ആലോചിച്ചിരിക്കണല്ലോ. നിന്നെ ഞാൻ എന്ത് പറയാനാ? ഓ പിന്നെ, കുട്ടികൾക്ക് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് കഷ്ടപ്പെട്ട് ആലോചിച്ച് ഒരു വേഷം കണ്ടുപിടിക്കുന്നത് എത്ര കഷ്ടമാണെന്ന് അറിയോ? വേഷം ഇട്ട് കൊടുത്താൽ മാത്രം പോരാ, അതിന് ഡയലോഗ് ഒക്കെ പറഞ്ഞു കൊടുത്ത് അവരെ പഠിപ്പിച്ച് സ്റ്റേജിൽ ചെന്ന് പറയാൻ വെക്കണം. പ്രേതമാണെങ്കിൽ കുഴപ്പമില്ല, പ്രേതവേഷം ഇട്ട് കൊടുത്താലേ അവിടെ സ്റ്റേജിൽ ചെന്ന് ഞാനാണ് ഗോസ്റ്റ്, ഞാൻ എല്ലാരും പേടിപ്പെടുത്താൻ പോവാണെന്ന് പറഞ്ഞ് ഇങ്ങനെ 2-3 പ്രേതത്തിനെ പോലെ സൗണ്ട് ഒക്കെ ഇട്ടാ മതി. ഓ പിന്നെ, ഇതൊക്കെ അല്ലാതെ നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ എത്രയോ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വേഷമൊക്കെ ഉണ്ട്. ഓ, അങ്ങനെ വേറെ നല്ല നല്ല ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ എന്നാ പിന്നെ അച്ഛൻ തന്നെ മകൾക്ക് സ്വന്തമായിട്ട് ആലോചിച്ച് നല്ല ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വേഷം ഉണ്ടാക്കി കൊടുക്കി നോക്കട്ടെ. എന്തേ, എനിക്ക് പറ്റില്ലേ? ഞാൻ വിചാരിച്ച എന്റെ മകൾക്ക് ഇതിനേക്കാളും സൂപ്പർ ആയിട്ടുള്ള വേഷം ഉണ്ടാക്കി കൊടുക്കും.
എന്നാ ശരി, അപ്പൊ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് അച്ഛൻ തന്നെ മകൾക്ക് സ്വന്തമായിട്ട് നല്ല സൂപ്പർ ആയിട്ടുള്ള ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന്റെ വേഷം ആലോചിച്ച് ഇട്ട് കൊടുത്ത് അതിനുള്ള ഡയലോഗ് ഒക്കെ പറഞ്ഞു കൊടുക്കി നോക്കട്ടെ. അതിനെന്താ, ഞാൻ ചെയ്യുമല്ലോ. എടാ അമ്മൂസേ, നമുക്ക് ഈ ഗോസ്റ്റ് വേഷം ഒന്നും വേണ്ട. അച്ഛൻ നിനക്ക് നല്ല സൂപ്പർ ആയിട്ടുള്ള ഫാൻസി ഡ്രസ് വേഷം ഇട്ടു തരാം. ഓ, അങ്ങനെ നിങ്ങൾ എന്താ ഡിഫറെന്റ് ആയിട്ട് ഫാൻസി ഡ്രസ് വേഷം കുട്ടിക്ക് ഇട്ട് കൊടുക്കണമെന്ന് ഞാനും നോക്കട്ടെ. നോക്ക് ഞങ്ങളെ അടിപൊളിയായിട്ട് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് റെഡിയാവും.